Assalamu alaikum and welcome back to yet another brand new episode of Being Loose. So നമ്മൾ കുറേ ആയി ചെയ്യണം എന്ന് വിചാരിച്ച റംലാൻ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 4:30 എണീറ്റ് നമ്മൾ ഫുഡ് കഴിച്ചു. ഇന്ന് ബിരിയാണിയാണ് കഴിച്ചത്, കാരണം തലേന്നതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മരുന്ന് കുടിക്കാണ്ടായിരുന്നു, എനിക്ക് ചെറുതായിട്ടൊരു പല്ലുവേദന ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറേ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ബാങ്ക് കൊടുത്തു, പിന്നെ നിസ്കാരമായി, പിന്നെ ഓത്തായി. ഇതൊക്കെ തന്നെയാണ് റെഗുലർ റുട്ടീൻ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്പെഷ്യലായിട്ട് ഈ രാവിലെ സമയം കാണിക്കാനൊന്നുമില്ല. അങ്ങനെ എൻ്റെ ഓത്തും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ വീണ്ടും കിടന്നുറങ്ങാൻ വേണ്ടി പോകും. അതിന് മുന്നേ ഞാൻ എൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും യൂട്യൂബിൻ്റെ. പിന്നെ എൻ്റെ ടു ഡു ലിസ്റ്റ് ഒക്കെ ഒന്ന് എഴുതി വെക്കും. കാരണം ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതാണ് ലൈക്ക് ഉറക്കം കിട്ടൂല, അങ്ങനെ ഒരു ടൈമാണ്. അപ്പം ഞാൻ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കുക ഗൈസ് ഒരു ടൈമാണ് 11:30 ആ ഒരു സമയവും. ലൊഹർ കണക്കാക്കിയിട്ടൊക്കെയാണ് ഞാൻ എണീക്കുക. പിന്നെ ഞാൻ വേഗം പോയി പല്ലേക്കും കുളിക്കും, കാരണം നല്ല ചൂടല്ലേ. രാവിലെ കുളിക്കും, എന്നിട്ട് പിന്നെ അടുത്ത നിസ്കാരം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു കിച്ചണിൽ കയറുന്ന വരെയുള്ള ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എല്ലാ സംഭവങ്ങളും തെറ്റിക്കിടക്കുകയാണ്. നല്ല നേരം വൈകിട്ടാണ് എണീക്കുക. നല്ല നേരം വൈകും. ഒരു 11:30 12 ഒക്കെ ആവും ഞാൻ പൊന്തി വരണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് രാവിലത്തെ ഷോർട്സിൻ്റെ ടൈമൊക്കെ അങ്ങോട്ട് മാറിപ്പോണത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പം ഏറെക്കുറെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല സമയമാവാനായിട്ടുണ്ട്. നമ്മൾ കിച്ചണിൽ കയറാൻ വേണ്ടി പോവാണ്. മീൻസ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാണ്. അപ്പം അത്രയൊക്കെയാണ്. നമുക്ക് എന്തായാലും നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ഇന്നത്തെ മെനു എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. മമ്മി എന്തൊക്കെ സ്പെഷ്യൽ പറയും? പിന്നെന്താ സമൂസ ഗൈസ്. അപ്പം നമുക്കിന്ന് സ്പെഷ്യൽസ് എന്തൊക്കെയാന്ന് എത്തിക്കഴിഞ്ഞാൽ നെയ്ച്ചോറുണ്ട്, പിന്നെ ബീഫ് കറി ഉണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും സമൂസ. ജ്യൂസ് എന്താ പിന്നെ? വാട്ട് ഇസ് ദ ജ്യൂസ് മമ്മി? ഫ്രിഡ്ജ് തപ്പിട്ട് പറഞ്ഞുതരാം. എനിക്ക് പച്ചക്കായ ഡ്യൂട്ടിയാണ് ഗൈസ്. നമ്മൾ നട്ടായത്തിന് ചോറും ഉപ്പേരിയും കറി. സോ പച്ചക്കായ ഉപ്പേരി. അപ്പോൾ ഇന്നത്തെ ഒഫീഷ്യൽ ചോപ്പർ ഞാനല്ല കേട്ടോ, ഫിനു ആണ്. നിങ്ങൾ വിചാരിക്കും ചോപ്പറിൽ അരിയുമ്പോൾ നല്ല സുഖമാണെന്ന്, പക്ഷെ നല്ല കൈവേദന എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ അത്രയും നൈസായിട്ട് അരിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോപ്പറിൽ അരിയണത്. പിന്നെ ഉമ്മ ചെറിയുള്ളി എന്തൊക്കെയോ ഇഷ്ടമുള്ളത് റെഡിയാക്കേണ്ടിന്. പിന്നെ എൻ്റെ ഡ്യൂട്ടി സമൂസക്കുള്ള മാവ് കഴിക്കലാണ്. അതൊരു വിധമൊക്കെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞ് പിന്നെ ഫിനു ജ്യൂസ് അടിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഫിനു ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഷമാമും ഡേറ്റ്സും പഴമൊക്കെ വെച്ചിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആക്കി തരും. അത് അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ബീഫ് സമൂസ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഫുൾ ബീഫ് കൊണ്ടുള്ള ഐറ്റംസാണ്, കാരണം ഇന്ന് സോനൂട്ടം വീട്ടിലുണ്ട് ഗൈസ്. അവൻ വന്നാൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എപ്പോഴും സ്പെഷ്യലാവും. മെയിനാണ്, VIP ആണ് വീട്ടിലത്തെ. പിന്നെ ഇത് ഞാൻ കുഴക്കുന്നത് ബീഫ് വരട്ടാണ് കേട്ടോ. നമുക്കിന്ന് അത്താഴത്തിന് ചോറ്, ബീഫ് വരട്ട്, തൈര് കറി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. അപ്പോൾ അതിനുള്ള ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പച്ചക്കായൻ്റെ ഉപ്പേരിയാണ്, കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള ഉപ്പേരി ഉണ്ടല്ലോ, അതാണ്. പിന്നെ കുറച്ച് പേര് എന്നോട് കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ 3 സ്റ്റൗവും ബുക്ക്ഡായി. അത് കഴിഞ്ഞ് പിന്നെ തൈര് കറി ഉണ്ടാക്കാണ്ടായിരുന്നു. തൈര് കറി ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇന്ന് നെയ്ച്ചോറിനുള്ള ഇഷ്ടുകറി ലാസ്റ്റ് പാലൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. കാഷ്യൂ നട്ട്സിൻ്റെ മിക്സൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അതും റെഡിയാക്കി. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. ഷമാമും വത്തക്കയും മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ റെഗുലർ സമൂസപ്പണി. സമൂസ ഇല്ലാണ്ട് നമുക്കൊരു നോമ്പുറയില്ല, അങ്ങനെ ഒരു കഥയാണ് ഇവിടെ. പിന്നെ അതുമല്ല, ഈ കുട്ടി കുട്ടി സമൂസയാണ് എല്ലാവർക്കും ഇഷ്ടം. കൊടുത്തിട്ടാണ് നോമ്പൊറുക്കല്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു, നമ്മൾ നോമ്പൊക്കെ തുറന്നു. ഇത് നമ്മുടെ കിച്ചണിലുള്ളൊരു ഏരിയയാണ്. ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് നമ്മൾ എപ്പോഴും നോമ്പ് തുറക്കുക കേട്ടോ. ടേബിളിലേക്ക്, അതായത് മെയിൻ ടേബിളിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോക്കുള്ളൂ.
ഇവിടെയാണ് നമ്മുടെ മെയിൻ കംഫർട്ട് ഏരിയ. ഇവിടെ എല്ലാവരും സൊറ പറഞ്ഞിരുന്ന് ഇവിടെ നിന്നാണ് നോമ്പ് തുറക്കാറുള്ളത്, ഫുഡ് കഴിക്കാറുള്ളത്. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ 13ാമത്തെ നോമ്പും ഉഷാറായി കഴിഞ്ഞു. അപ്പം ഇതുവരെ ഞാൻ ആകെ ഒറ്റ ഇഫ്താർ വ്ളോഗ് ഇട്ടിട്ടുള്ളൂ. കാരണം ഗൈസ് ഇതൊക്കെ തന്നെയാണ് ഇന്നും ഓടുന്ന സീൻ. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കേണ്ടതാണ് വ്ളോഗ്. പക്ഷെ എന്നും ഇങ്ങനെ തന്നെയാണ് നോമ്പ് വരെയുള്ള സീൻസ് കേട്ടോ. അപ്പോൾ ഇപ്പം മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഓതാനുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്നൊന്ന് പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ ഗൈസ് നടക്കണില്ല, ഒട്ടും എനർജി ഉണ്ടാവില്ല. നോമ്പ് തുറന്ന് കഴിയുമ്പോഴത്തേനും നല്ല കുഴങ്ങും. ഇപ്രാവശ്യത്തെ ചൂടുകാലത്തുള്ള നോമ്പായതുകൊണ്ട് വിശപ്പ് അധികമില്ല കേട്ടോ. നമുക്ക് ദാഹമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അൺസഹിക്കബിൾ ദാഹമാണ്. അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് നോമ്പ് തുറ വിശേഷങ്ങളിലൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി ബാക്കി കാണാം. അങ്ങനെ എല്ലാവരും നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ, ഞാനതൊന്നും കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഈ നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് വിശക്കുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് അധികം ഐറ്റംസ് ഉണ്ട്. സാധാരണ എന്നും പത്തിരി എന്തെങ്കിലും ഒരു കറി ഉണ്ടാവലുള്ളൂ. അപ്പം ഇന്ന് ഇത്രയും ഐറ്റംസ് ഉണ്ടാവാനുള്ള റീസൺ ഞാൻ പറഞ്ഞല്ലോ, സോനൂട്ടൻ വീട്ടിലുള്ളതുകൊണ്ടാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു കുട്ടി റംലാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.